കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുത്തുകയാണ്. വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. ഭാര്യ ഉപേക്ഷിക്കുന്നതിന് അവൾക്ക് ഉപേക്ഷാപാത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിലേക്ക് സ്തുതി. ഈശോലോത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമുക്കറിയാം സുവിശേഷത്തിൽ പലപ്പോഴും പലയിടങ്ങളിലായിട്ട് മോശയുടെ നിയമങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ഈ നിയമങ്ങൾ ഈശോ പറഞ്ഞു വയ്ക്കുമ്പോഴും അതിനൊരു മറ്റൊരു തലത്തിലേക്ക് നമുക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ തമ്പുരാൻ അതിനെ കുറച്ചുകൂടി വിവരിക്കുകയും അതിൻ്റെ ഭംഗിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. ഇന്നും അതുപോലെ ആവർത്തിക്കുന്നുണ്ട്. മോശയുടെ പല നിയമങ്ങളും പറയുന്നുണ്ടെങ്കിലും ആ നിയമങ്ങളൊന്നും അസാധുവാക്കുകയല്ല, പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ ആ ഒരു നിയമത്തെ അല്ലെങ്കിൽ ആ ഒരു നിയമമായിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ള കാര്യമാണ് തമ്പുരാൻ പറയുക. ആദ്യമേ തന്നെ നമുക്കറിയാം, പലപ്പോഴും പല പ്രവൃത്തികളും ആരംഭിക്കുക അത് ചെയ്തു കഴിഞ്ഞിട്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പാപമായി മാറുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കൂടെയാണെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലാണ് തമ്പുരാൻ അവരോട് പറയുക, വ്യഭിചാരം എപ്പോഴും ആരംഭിക്കുക അത് ചെയ്തു കഴിഞ്ഞിട്ടില്ല, പക്ഷേ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ ഒരു ഹൃദയത്തിൽ തന്നെ. കാരണം ആസക്തിയോട് നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നെന്ന് തമ്പുരാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ പല പാപാവസ്ഥകളും നമ്മളെപ്പോഴും ഓർക്കേണ്ടതും അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണ വിചാരം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക അല്ലെങ്കിൽ ഹൃദയത്തിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ പാപബോധം ആരംഭിച്ചു എന്ന ഒരു കാര്യമാണ്. കാരണം പഴയ കാലങ്ങളിൽ എപ്പോഴും തമ്പുരാൻ ഒരു കൊടുത്തുകൊണ്ടിരുന്നത് ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, മലയിലെ പ്രസംഗത്തിൽ വെച്ച് തമ്പുരാൻ ആവർത്തിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ള നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ കാണും. അതിന് പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും പലപ്പോഴും നമ്മൾ ഒരു വെണ്മയുള്ളതാക്കി മാറ്റേണ്ടതാണ്. ഹൃദയശുദ്ധിയോടെ ജീവിക്കാനാണ് തമ്പുരാൻ ഓരോ നിമിഷവും നമ്മളോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോഴും ഹൃദയശുദ്ധിയോടെ എങ്ങനെ ജീവിക്കാമെന്നുള്ള കാര്യങ്ങളാണ് തമ്പുരാൻ പറഞ്ഞു തരിക. ആദ്യമേ തന്നെ നിയമങ്ങളുടെ കുറച്ചുകൂടി പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണമായ അർത്ഥവശത്തിൻ്റെ അപ്പുറത്തോട്ട് കുറച്ചുകൂടി അതിനൊരു ശാരീരികമായ രീതിയിലും ആത്മീയമായ രീതിയിലും നമ്മൾ ഓരോ നിയമങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പല രീതിയിൽ ഒരു വിശുദ്ധിക്ക് എതിരായിട്ടുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം തിരിച്ചറിയാനും ആത്മീയമായിട്ടുള്ളൊരു ഉത്ഫലം ഇതിനെല്ലാം നമ്മൾ കോട്ടകളിൽ സംരക്ഷിക്കണം എന്നുള്ള കാര്യം തമ്പുരാൻ നമ്മളോട് ഓരോരുത്തരോടും ആവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ ഒരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒന്നിനും പിടിച്ചു വയ്ക്കുകയല്ല, പക്ഷേ പാപം ചെയ്യാനുള്ളൊരു ആ ഒരു പാപത്തിനെതിരായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഓരോ നിമിഷവും തരുന്നുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുമ്പോൾ തീരുമാനങ്ങളും അല്ലെങ്കിൽ തിരുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനുള്ളത് നമ്മുടെ ഓരോരുത്തരും കടമയാണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. കാരണം വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വകാര്യതകളുണ്ട് അല്ലെങ്കിൽ സ്വകാര്യ നിലങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും കാണുന്നുണ്ടെന്നപ്പോഴത്തോട്ട് ഒരു സ്വാതന്ത്ര്യ വിഹാരത്തോട് നമ്മൾ ഓരോരുത്തരും ആയിക്കൊള്ളണമെന്ന് തമ്പുരാൻ നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഹൃദയവിശുദ്ധിയാണ്. നമ്മുടെ ഹൃദയം എത്രത്തോളം വിശുദ്ധിയോടുകൂടി ആയിരിക്കുന്നതിനപ്പുറത്തോട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്തൊക്കെ ഒരുക്കുന്നു എന്നുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരെയൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം എത്രത്തോളം വലിപ്പമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അവർ പറയുന്നത് നമ്മുടെ മുഷ്ടിക്കുള്ള വലിപ്പമാണ്. പക്ഷേ ഒരു മുഷ്ടിയുള്ള വലിപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ആ ഹൃദയത്തിൽ നമ്മൾ ആർക്കൊക്കെ ഇടം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹൃദയത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ഒരുക്കി ചേർക്കുന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഹൃദയത്തിൽ നിന്നാണ് ഓരോ പാപവും അല്ലെങ്കിൽ
ഓരോ കാര്യങ്ങളും ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ ഹൃദയവിശുദ്ധിയോടുകൂടിയും ഹൃദയ സാധ്യതയോടുകൂടി നമ്മൾ ഓരോരുത്തരും ആയിരിക്കണമെന്ന് തവരെ നമ്മളോട് ഓരോരുത്തരും ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഇന്നത്തെ വിശുദ്ധനായ പാതുവായിലെ വിശുദ്ധ അന്തോണീസ് കാര്യങ്ങളെല്ലാം അത്രത്തോളം ഭംഗിയോടെ ജീവിച്ച് എനിക്ക് തോന്നുന്നു ഓരോ മനുഷ്യൻ്റെയും കയ്യൊപ്പും അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചൊരു മനുഷ്യനായിരുന്നു വിശുദ്ധൻ. ഒരുപക്ഷെ നമുക്കറിയാം ക്രിസ്ത്യാനികളായ നമ്മുടെ ഇടയിലും ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഈ വിശുദ്ധൻ്റെ പേര് കടന്നു പോകുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ വിശുദ്ധൻ ജീവിച്ച ജീവിത മാതൃക. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധൻ പ്രസംഗിച്ചതും ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടാണ്. വിശുദ്ധിയോടുകൂടി നമ്മൾ ഓരോരുത്തരും ജീവിച്ചോ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ കാണും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു അത്രത്തോളം നമ്മൾ ഓരോരുത്തർക്കും ഈശോയെ കാണാൻ അല്ലെങ്കിൽ ദൈവത്തെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടാകുമെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. കാരണം ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പറയുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ദൈവത്തെ ഒന്ന് നേരിട്ട് കാണാൻ സാധിച്ചെങ്കിൽ. കുഞ്ഞായിരിക്കുമ്പോഴും വലുതായിരിക്കുമ്പോഴും ആരാധനകൾ ഉൾക്കൊള്ളുമ്പോഴും അല്ലെങ്കിൽ ദേവാലയത്തിൽ കടന്ന് ഓരോ നിമിഷവും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു കാര്യം ദൈവത്തെ ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കണം. അതിനെ തമ്പുരാൻ നമുക്കും പറഞ്ഞു തരുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ള നിങ്ങൾ ഓരോരുത്തരും എന്നെ കാണും. പക്ഷേ ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കാൻ നമ്മൾ എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ എത്രത്തോളം നമ്മൾ തന്നെ ഒരുക്കുന്നുള്ള കാര്യം നമ്മളെപ്പോഴും ആത്മശോധന ചെയ്യണം. കാരണം ഓരോ നിമിഷവും തമ്പുരാൻ ആവശ്യപ്പെടുന്നത് ഹൃദയശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഹൃദയ നിർമ്മലതയോടുകൂടി ജീവിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ വിശുദ്ധ അന്തോണീസും ഒരുപക്ഷെ ജീവിതം കൊണ്ട് ഓരോ നിമിഷവും നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. സുവിശേഷമായിട്ട് മാറും. നമ്മൾ പ്രസംഗിക്കുന്നതിന് അല്ലെങ്കിൽ പറയുന്നതിന് അപ്പുറത്തോട്ട് നമ്മൾ ജീവിതം കൊണ്ട് സുവിശേഷമായിട്ട് മാറാനാണ് വിശുദ്ധ അന്തോണീസ് പറഞ്ഞു വെക്കുക. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.